എപ്പോഴും ചെയ്യണം ഫർദ് പറഞ്ഞുകൊണ്ട്. മാത്രമല്ല വേറെ വ്യത്യാസമുണ്ട്. മോനെ ആദിലെ മദ്രസയിൽ പോകാൻ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞാൽ പരമാവധി 12ാം ക്ലാസ്സിലെത്തോളം 12, 5, 17 വയസ്സ് വരെ അവിടെ ഇരിക്കുള്ളൂ. നേരെ മറിച്ച് ഉമ്മയോ വാപ്പയോ മോനെ ആദിലെ സുബഹി നിസ്കരിക്കാൻ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞാൽ മരണം വരെയാണ് അവിടെ ഉള്ളത്. കാരണം സുബഹി നിസ്കാരം മരണം വരേക്കുമാണുള്ളത്. അപ്പൊ ഷോർട്ടായിട്ട് വിളിക്കരുത്, ലോങ് ആയിട്ട് വിളിക്കാം. എപ്പോഴും വിളിക്കുമ്പോൾ നീട്ടി വിളിക്കാം. മരണം വരെ നിൽക്കുന്ന അതിനൊന്നും വലിയ പൈസ ചിലവൊന്നുമില്ല. ഒന്ന് ചെറുങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുന്ന ആശയം ഫർദിലേക്കുള്ള വഴി ഫർദും സുന്നത്തിലേക്കുള്ള വഴി സുന്നത്തുമായിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫർദിനെ നിയ്യത്ത് ചെയ്യുക. സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു, എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്, അതിന് ജോലിക്ക് പോകാൻ എഴുന്നേൽക്കുന്നു. ഇങ്ങനെ എപ്പോഴും ഫർദിനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് കൂലി തോനെ വാങ്ങാം. കൂലി കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് തോനെ വാങ്ങാം. അങ്ങനെ അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതാണ് നിയ്യത്ത് കൊണ്ട് ആവിതാവുക. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ എല്ലാവരും പല്ലേക്കും. കൂലി കിട്ടണമെങ്കിൽ സുന്നത്തായത് കൊണ്ട് ഞാൻ വിശ്വാസം ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. അവിടെ കൂലി കിട്ടാം. നമ്മളെല്ലാവരും ചെരുപ്പിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പ് ധരിച്ചത് കൊണ്ട് ഞാൻ ചെരുപ്പ് ധരിക്കുന്നു. അപ്പൊ കൂലി കിട്ടി. ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഡ്രൈവിംഗ് അറിയാം. ഡ്രൈവിംഗ് അന്നത്തെ വാഹനമായ കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും കോവർ കഴുതയെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചിരുന്നത് കൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നിയ്യത്ത് ഉണ്ടാവില്ലാവുക. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നിയ്യത്ത് ശരിയാക്കാം. രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിച്ചു വാരുകയാണ്. വൃത്തി ഈമാനിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞതിനാൽ ഞാൻ അടിച്ചു വാരുന്നു. ഇബാത്തായി. എന്തായാലും അടിച്ചു വരും. നിയ്യത്ത് ശരിയാക്കാൻ ഇബാത്തായി. പൈന്റിങ്ങിന് പോകാണ്. നിയ്യത്ത് അന്ന നിയ്യത്ത് വൃത്തി ഈമാന്റെ ഭാഗമാണെന്ന് നബിതങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിതാ പൈന്റിംഗ് ജോലി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ നിയ്യത്ത് ശരിയാക്കാം. വർക്ക്ഷോപ്പിൽ ഞെട്ടും പൊട്ടും ശരിയാക്കാം. ജീവിതത്തിന്റെ ദുർഘടമായ വഴിദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ വേണ്ടി ഞാൻ ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇബാത്തായി. നിന്റെ ഒപ്പം എല്ലാവരും അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറങ്ങുന്നവന്റെ വുളൂഅ് ഉറക്കത്തിൽ മുറിയുകയില്ല, ഉണർച്ചയിലാണ് മുറിയുന്നത്. ശ്രദ്ധിക്കാണ്ടോ എങ്ങനെ ആബിദാവാം. ഉറങ്ങുന്നവന്റെ ഉറക്കത്തിൽ മുറിയില്ല, ഉണർച്ചയിലാണ് മുറിയ. ഒരാൾ ഉറങ്ങുമ്പോൾ ഉണ്ടാക്കി വിചാരിച്ചോളി. ആ ഉദപ്പണം മുറിയാം. ഉണരുമ്പോഴാണ് ഉറക്കത്തിൽ അവർക്ക് തൊട്ട് മുറിയില്ല. ഉറക്കത്തിൽ കീഴായി പോയി മുറിയില്ല. മനസ്സിലാണ് ചില നമ്മൾ മയ്യത്തിന് ഉണ്ടാക്കി കൊടുത്താലേ മയ്യത്തിന് മലവും മുത്രക്ക് പോയാൽ രണ്ടാമത് ഉണ്ടാക്കണ്ടല്ലോ. എന്താ കാരണം? മയ്യത്ത് ഉണരുന്നില്ല എന്നതാണ് കാരണം. ഉറങ്ങുന്നവന്റെ ഉറക്കത്തിൽ മുറിയുന്നില്ല, ഉണർച്ചയിലാണ് മുറിയുന്നത്. ഉണർന്നാൽ കീഴായി പോയിട്ടില്ലെങ്കിൽ മുറിയും. അങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരാൾ ഉറങ്ങുമ്പോൾ അതുണ്ടാക്കിയാൽ ഉണരുന്നത് വരെ അവന് ഉദൂവിൽ കഴിയാം. ഉറങ്ങുമ്പോൾ അതുണ്ടാക്കിയാൽ ഉണരുന്നത് വരെ ഉദൂവിൽ കഴിയും. ഇനി രണ്ടാമത്തെ കാര്യം, ഉറങ്ങുന്നവന്റെ ദിക്ർ ഉറക്കത്തിൽ മുറിയുന്നില്ല, ഉണർച്ചയിലാണ് മുറിയുന്നത്. അങ്ങനെ തുടങ്ങി ആ വിക്രപ്പണം നിൽക്കുക. ഉണർച്ചയിലാണ് നിൽക്കുന്നത്. ഉണർന്നാൽ അവസാനിച്ചു. അതുവരെ ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗ്ഗത്തിൽ കിടന്നു. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ഇടയിൽ ഉണ്ടാവാൻ ചാതായി. 3 മാസം ആശുപത്രി കിടന്നിട്ട് അങ്ങ് മരിച്ചു. അവസാനത്തെ വാക്ക് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറിഞ്ഞിട്ടില്ല എന്നതാണ് കാരണം. എന്നതുപോലെ ഉറങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടു. അവന്റെ അവസാനത്തെ വാക്ക് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. അതിനെന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിനു ശേഷം പിന്നെ ഫോൺ കഴിച്ചാതിരിക്കണം. നിലപ്പെടും. ഇന്നത്തെ കാലത്ത് പറയേണ്ട വളരെ അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിന്റെ ഇടയിൽ പറഞ്ഞു പോകാതെ. ഒന്നാമത്തത്, കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ടത്. അങ്ങനെ ഒരു കാര്യം ഓപ്പണായിട്ട് പറയണം. കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? പ്രണയവിവാഹം പരാജയപ്പെടാൻ ധാരാളം കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങളെ കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ഹദീസാണ്. മാ നബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ. അതാണ് ഹദീസ്. മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ തുടങ്ങിയത് ഫഹുവ ഔലാ ബിന്നാർ, അത് നരകവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുക. മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വഹയിന്റെ ഇൽമാണ് എന്നാണ്. വഹി എന്ന് പറഞ്ഞ സാധനം ഉറപ്പുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള വിവരമാണ്. ഇത് മൈക്കാണോ? ഇതിന്റെ പേര് മൈക്രോഫോണാണ്. ഈ മേലുള്ള സാധനത്തിന്റെ പേര് മൈക്രോഫോണാണ്. ഇത് മൈക്കയാണെന്നും ഇത് മൈക്രോഫോണാണെന്നും ഇതിന്റെ വള്ളിയുടെ കളറ് മഞ്ഞയും ചുവപ്പും കലർന്നതാണെന്നുമുള്ള അറിവിനേക്കാൾ വലിയ അറിവാണ് വഹി. മനസ്സിലായില്ല? ഇന്റെ മുഖത്ത് 2 കണ്ണല്ലേ നോക്കണേ, അതിനേക്കാൾ വലിയ വിവരമാണ് വഹി. അനുഭവജ്ഞാനത്തെക്കാൾ വലിയ വിവരമാണ് വഹി. അതാണ് വഹി. വഹിയിൽ നിബിധങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ ആരംഭിച്ചത് ഫഹുവ ഔലാ ബിന്നാർ, നരകത്തിൽ അവസാനിക്കുകയുള്ളൂ. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നലുണ്ടാവും, അതിന് ഹറാം ഒന്നും ഉണ്ടാവില്ല, ഒക്കെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, നിങ്ങൾ തീരുമാനിച്ചതാണല്ലോ. അത് എന്താണ് ഹറാം എന്നറിയാത്തതിന്റെ പ്രശ്നമാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. ചൊവ്വാഴ്ച വീണ്ടും 10 മണിക്ക് സ്കൂളിലേക്ക് ബസ് കാത്തു നിന്നപ്പോൾ അതേ പെൺകുട്ടിയെ കണ്ടു. ബുധനാഴ്ച വീണ്ടും 10 മണിക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ അതേ പെൺകുട്ടിയെ കണ്ടു. ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച 10 മണിക്ക് കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നാൽ ഹറാം ആരംഭിച്ചു. പ്രണയം ഹറാമില്ലാതെ ആരംഭിക്കില്ല. ആരംഭിക്കുന്ന ഒരു പോലുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഉണ്ടാവില്ല. പ്രണയം ഹറാമില്ലാതെ ആരംഭിക്കില്ല. അതുകൊണ്ട് തന്നെ മാ നബത ഫിൽ ഹറാം, ഹറാമിൽ തുടങ്ങിയത് ഫഹുവ ഔലാ ബിന്നാർ, അത് നരകത്തിൽ ചെന്ന് അവസാനിക്കലാണ് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനാൽ കല്യാണം പ്രേമിച്ചിട്ടല്ല വേണ്ടത്. രണ്ടാമത്തെ കാര്യം, അതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഇനിയിപ്പോൾ അത് മറ്റു പിന്നെ മതസ്ഥരും കൂടി ആണെങ്കിൽ പറയുമ്പോഴല്ലോ, ഞാൻ അപ്പോൾ പറഞ്ഞത് മുസ്ലിങ്ങൾ തമ്മിലെ കുറിച്ചാണ്. അതും കൂടി അല്ലെങ്കിൽ പറയുമ്പോഴല്ലോ. ഇനി രണ്ടാമത് പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായി ലഹരി എന്ന വിപത്തിനെ എല്ലാവരും സൂക്ഷിക്കണം. വ്യക്തിപരമായും സൂക്ഷിക്കണം, കുടുംബപരമായും സൂക്ഷിക്കണം, സാമൂഹികമായും സൂക്ഷിക്കണം.
പഴയ കാലത്ത് ഒരാൾ കള്ളുകുടിയനാകണമെങ്കിൽ കുറെ കാലം കുടിച്ച് അങ്ങാടി കൂടി ഇങ്ങനെ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ നടക്കണം. അപ്പൊ ആൾക്കാർ പറയും ഓ കള്ളുകുടിയനാണ് അഡിക്ഷൻ എന്നത് പറയും, വളരെ നിർത്തിയ. എന്നാൽ ഇന്ന് സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന കെമിക്കലുകളാണ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അഡിക്ഷൻ ഉണ്ടാവും. അത് തമാശക്ക് ഉപയോഗിച്ചാലും, ടേസ്റ്റ് അറിയാൻ വേണ്ടി ഉപയോഗിച്ചാലും, കമ്പനിക്ക് വേണ്ടി ഉപയോഗിച്ചാലും, ഒറ്റത്തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തമാശക്ക് ഉപയോഗിക്കരുത്, കമ്പനിക്ക് ഉപയോഗിക്കരുത്, രുചി അറിയാൻ വേണ്ടി ഉപയോഗിക്കരുത്, ആ സാധനം ഉപയോഗിക്കുകയും ചെയ്യരുത്. ഇന്നത്തെ എല്ലാ ലഹരികളും സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ വായിച്ചതാണ്, നല്ല വാറ്റ് ചാരായം, പട്ടച്ചാരായം എന്ന് പറഞ്ഞ സാധനത്തിൽ വരെ സിന്തറ്റിക് ലഹരി അടക്കം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ വ്യാജനിൽ പിന്നെയും വ്യാജ, ഡ്യൂപ്ലിക്കേറ്റിന്റെ ഉള്ളിൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്നതാണ് സംഗതി. അതുകൊണ്ട് തമാശക്ക് പോലും ഉപയോഗിക്കരുത്. നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ വ്യക്തിപരമായി ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നതിനെ പ്രൗഡ് ആയി കാണണം, അഭിമാനമായി കാണണം. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നത് പുതിയ തലമുറ അഭിമാനമായി കാണുന്ന സാഹചര്യത്തിലേക്ക് വരണം. അതാണ് വ്യക്തിപരം. കുടുംബപരം എന്ന് പറഞ്ഞാൽ ഉമ്മാര് മക്കൾ നല്ലോണം ശ്രദ്ധിക്കാം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ലഹരി വസ്തു അടയാളമില്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല. എല്ലാ സാധനങ്ങളും അങ്ങനെ അടയാളം ഉണ്ടാവും, ലഹരിക്ക് പ്രത്യേകിച്ചും അടയാളമില്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മക്കളിൽ ലഹരിയുടെ അടയാളമുണ്ടോ എന്ന് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കണം. എന്താ ലഹരിയുടെ അടയാളങ്ങൾ? ലഹരിക്ക് ഒരുപാട് അടയാളങ്ങളുണ്ട്. ചുരുക്കി ഇങ്ങനെ പറയാൻ പറ്റും. നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയ ലഹരി ഉപയോഗിച്ചു മനസ്സിലാവും. നല്ല വർത്താനം പറയുന്ന കുട്ടികൾ ഇപ്പൊ മുണ്ടനെന്നില്ല. നിലവിലുള്ള സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ്. തീരെ മുണ്ടി തന്നെയില്ല. ഇപ്പൊ പഞ്ചായത്ത് റേഡിയം തുറന്ന ചമായിട്ടാണ്, തൊള്ള പൂടനെന്നില്ല. തീരെ ഭക്ഷണം കഴിച്ചില്ല, അപ്പൊ തിന്നന്നെ ഒരു പണിയാണ്. നല്ലോണം തിന്നീനോ, ഇപ്പോൾ തിന്നനെന്നില്ല. നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. ഉറക്കത്തിന്റെ വിഷയത്തിൽ വസ്ത്രത ദിവസം 3 വട്ടം കുളിച്ചു, ഇപ്പൊ കുളിക്കണമെന്നില്ല. ഇങ്ങനെ നിലവിലുള്ള സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ആയാൽ ലഹരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക, ശരീരം മെല്ലിച്ചു പോകുക, ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യം കൂടുക, മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്നവരുമായ അമിതമായ കൂട്ടുകെട്ടുണ്ടാകുക, 50 രൂപ 30 രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസ പേരെന്ന് കളവ് പോകുക, ഇതൊക്കെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ്. കിടന്നുറങ്ങുന്ന റൂമിന്റെ വാതിൽ എപ്പോഴും കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഉറങ്ങിയ റൂമിൽ പേപ്പർ കത്തിച്ചതിന്റെ അടയാളം കാണുക, ഇതൊക്കെ ലഹരിയുടെ അടയാളങ്ങളാണ്. അടുത്ത കുടുംബത്തോട് ദേഷ്യം കാണിക്കുക, അമ്മാരോടും പെങ്ങന്മാരോടും. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാട്ടുക, ഇളയമാന്റെ മകളെ പിടിച്ചോട്ട് കിടക്കിട്ട് പോകുക, ഇമ്മാരോടും പെങ്ങന്മാരോടും ദേഷ്യം കാണിക്കുക. അടുത്ത കുടുംബത്തോടുള്ള ദേഷ്യം ലഹരിയുടെ അടയാളം. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കുഴപ്പമില്ല, അതിന് പരിധി വേണ്ടേ, ആ പരിധി വിട്ടാൽ അത് ലഹരിയുടെ അടയാളമാണ്. ഇങ്ങനെ അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. അഡിക്ഷൻ ഇന്ന് ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണ്. അതുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയി കൗൺസിലിംഗും ഒപ്പം മരുന്നും കൊടുത്ത് മാറ്റിയെടുക്കണം. നല്ലോണം പൈസ ചെലവാകുന്നതാണ് അതിന്റെ ഒരു പ്രശ്നം, അല്ലാതെ എന്താ കാട്ടുക എന്നതാണ് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് കുടുംബപരം. ഇനി സാമൂഹികമായും ലഹരിയുടെ ഉപയോഗത്തെ സൂക്ഷിക്കണം. സാമൂഹികമായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ലഹരിയുടെ വ്യാപനമോ കച്ചവടമോ നടക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. അറിയിച്ചിട്ട് എന്താണെന്ന് രണ്ടാമത് ചോദ്യം. നമ്മൾ ഉത്തരവാദിത്തം നിർവഹിക്കുക. ബന്ധപ്പെട്ട അധികാരികളെ ഇന്ന സ്ഥലത്ത് ലഹരിയുടെ ഉപയോഗവും അതിന്റെ വിൽപ്പനയും ഒക്കെ നടക്കുന്നുണ്ട് എന്ന വിവരം അറിയിക്കുക. ഇങ്ങനെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായി ലഹരി എന്ന വിപത്തിനെതിരെ അതിശക്തമായി പടപെടുവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എല്ലാവരെയും സാന്ദർഭികമായി ഉത്ബോധിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് മടങ്ങുകയാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരാശയം നിയ്യത്ത് കൊണ്ട് ആബിദീങ്ങളാവുക. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഇബാദത്ത് എന്ന നിയ്യത്തുണ്ടെങ്കിലേ കൂലിട്ടുള്ളൂ. നിസ്കരിച്ചാലും നിയ്യത്ത് ചെയ്യാൻ കൂലിയാതാവും. അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിശക്തമായ മഹബ്ബത്തുള്ളവരാവുക. ഈമാൻ ഓട്ടോമാറ്റിക് വരും. ഈമാൻ ഓട്ടോമാറ്റിക് വരും. ഈമാൻ വന്നാൽ അമലു സ്വാലിഹാത്ത് അതിന്റെ കൂടെ വരും. അതായത് അമലു സ്വാലിഹാത്ത് ഇല്ലാത്ത ഈമാൻ കൊണ്ട് കാര്യമുണ്ട്. അതേ സമയത്ത് ഈമാൻ ഇല്ലാത്ത അമലു സ്വാലിഹാത്തിന് അമലു സ്വാലിഹാത്ത് എന്ന് പറയുക പോലും ഇല്ല. ഞാൻ ഈ പറഞ്ഞ നല്ല മനസ്സിലാക്കണേ. ഒരാൾക്ക്, ഒരു അമുസ്ലിമായ ആൾക്ക് 100 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു വിചാരിച്ചു. അയാൾ 40 സെന്റ് സ്ഥലം 20 ആൾക്ക് പെര കയറ്റാൻ വേണ്ടി കൊടുത്താൽ മൂപ്പര് കുറെ സ്വതക്ക കൊടുത്തു നമ്മൾ പറയില്ല, ദാനം ചെയ്തു എന്നൊക്കെ പറയും. സ്വതക്ക എന്ന് പറഞ്ഞത് ഇസ്ലാമിലെ ഒരു സാങ്കേതികമായ പ്രയോഗമാണ്. സ്വതക്കക്ക് നീയത്തുണ്ടായിരിക്കണം, നീയത്തിന് ഈമാൻ ഉണ്ടായിരിക്കണം. നീയത്തില്ലെങ്കിലും സ്വഹിയാവും, അജ്ർ സവാബ് അതിന് നീയത്തുണ്ടായിരിക്കണം. സിഹത്ത് ചില കാര്യങ്ങൾ ഞാൻ ഒരാൾ ഭാര്യനെ ഞാൻ 3 ലാഖ് ഞാൻ നീയത്തില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല, ഓരോർക്കം പോകും. അപ്പൊ സിഹത്ത് മുതലാണെന്നുള്ള വേറെ കാര്യമാണ്. അജ്ർ കൂലി ലഭിക്കണ്ടേ, സവാബ് ലഭിക്കണ്ടേ, അതിന് നീയത്തുണ്ടായിരിക്കണമല്ലോ. എന്നാൽ നീയത്തിന് ഈമാൻ ശക്തമാണ്. സ്വതക്കക്ക് നല്ല ദാനം എല്ലാവരും കിട്ടാതെ വരാം. റമദാൻ മാസമായി ഒരു മുസ്ലിം അയാൾ കുറെ കൊല്ലങ്ങളോളായിട്ട് റമദാൻ മാസത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്നു. ഇസ്ലാമിന്റെ സാങ്കേതിക അർത്ഥത്തിലുള്ള സൗം അയാൾക്കുണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? സൗമിന് 2 നിബന്ധനകളാണുള്ളത്. ഒന്ന് നീയത്ത്, 2 ഇംസാക്ക്. ഒന്ന് നീയത്ത് വെക്കുക, 2 നോമ്പ് ചെയ്യുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക. രണ്ടാമത്തതുണ്ട്, ഒന്നാമത്തത് ഉണ്ടായിട്ടില്ല. എന്നാ പിന്നെ നീയത്തോട് വെച്ചാൽ പോരേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീയത്തിന് ഈമാൻ ശക്തമാണ്. നീയത്തിന് ഈമാൻ ശക്തുണ്ട്. ഒന്ന് അസ്ലാണ്, മറ്റൊന്ന് ഫർആണ്. ഫർഅ ഇല്ലാത്ത അമൽ ഇല്ലാത്ത ഈമാൻ കൊണ്ട് കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതേസമയത്ത് ഈമാൻ ഇല്ലാത്ത അമൽ കൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഏത് ഇബാദത്തുകളും ഇബാദത്തിന്റെ പരിധിയിൽ വരണമെങ്കിൽ ഈമാൻ ഭദ്രമായിരിക്കണം. ഈമാൻ ഭദ്രമാക്കാനുള്ള എളുപ്പ വഴി മുസ്തഫായ നബിതങ്ങളോട് അടങ്ങാത്ത താല്പര്യമാകുന്നു. ഈമാൻ പോയ ആൾക്കാർക്ക് പരിശോധിച്ചോളി. യുക്തിവാദികൾ എന്താ പ്രശ്നം? മുസ്ലിം താല്പര്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരീശ്വരവാദി എന്താ പ്രശ്നം? മുഹമ്മദ് നബിയോട് താല്പര്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ എന്താ കുഴപ്പം? ഈ അബൂജഹലിന് എന്താ കുഴപ്പം? അബൂജഹലിന്റെ കുഴപ്പം അള്ളാഹുവിൽ വിശ്വാസമില്ലാതായതല്ല. അബൂജഹൽ കുടുങ്ങിയ അള്ളാഹിനെ വിളിച്ച് ദ്വാരക്കുന്നുണ്ട്. ബദറിലേക്ക് പോകുമ്പോൾ മൊയ്തീൻ കുട്ടിയുടെ ബദർ പാട്ടിലുണ്ട്. ബദറിലേക്ക് പോകുമ്പോൾ അബൂജഹൽ കഅബന്റെ കില്ല പിടിച്ചിട്ട് ദ്വാരക്കുന്നുണ്ട്. ഇറയോനെ ആദൽ ബൈത്തുടെ നായനെ ഹക്കോട് ബാത്തിൽ രണ്ടിനും ഇടയെ പിരിത്തിരണം ഇന്ത ദിനം തന്നിലെ. ഞങ്ങൾ 2 ഭാഗത്ത് നിൽക്കുന്നവരാണ്. നമ്മ ഇരു ഭാഗം നിൽക്കുവരിൽ ഒരു പേരുകൾ ഹക്കുടയവർ അവർ ആര് നിനക്കറിയാം. അവർകളെ ഇനതിൽ പിരിത്ത് ഹലാസിയത്താക്കിയിട്ട് നീ പരനെ പരനെ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കി നീ ദായിമിൽ കാത്തുകൊൾ ഫത്താഹേ താമസം ചെയ്തിടാ ദുഃഖിരം നൽകിയിടൂ നീ. അതെന്താ? അബൂജഹൽ ഫത്താഹ് എന്നൊക്കെ അസ്മാഉൽ ഹുസ്നകൾ സത്യത്തിൽ അബൂജഹൽ എന്താ പ്രശ്നം? അള്ളാഹ് ഒന്നാണ് സമ്മതിക്കാൻ തയ്യാറില്ലാത്തതല്ല. ഈ നാട്ടിൽ ഒരു നബി വരികയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാനാണത് വരേണ്ടത്. അത് എത്തിക്കുട്ടിയായത് ശരിയായില്ല. മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിദ്അത്തുകാരുടെ അവസ്ഥ എന്താ? മുഹറം മാസമായാൽ നമ്മുടെ മദ്രസയിലെ ഉസ്താദ്മാർ കുട്ടികൾക്ക് നബിദിന പരിപാടികൾ കൊടുക്കണം.
റബീഉൽ അവ്വൽ 12 നബി അതേ മുഹറം മാസമായാൽ മുഹമ്മദ് സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന പ്രഭാഷണം ആരംഭിക്കും. മുഹറം മാസമായാൽ മദ്രസയിലെ നബിദിന പരിപാടികൾക്ക് കുട്ടികൾക്ക് പാട്ടും പ്രസംഗവും കഥാപ്രസംഗം കൊടുക്കും. അതേ സമയത്ത് മൗലിദ് ശിർക്ക് തന്നെയാകുന്നു എന്ന് ഇലക്ട്രിക് പോസ്റ്റ് എഴുതും ചെയ്യും. എന്താ പ്രശ്നം? മുത്തനബിയോടുള്ള താല്പര്യക്കുറവ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ നിന്നാണ് ഇബാദത്തുകൾ വരുന്നത്. അത് നമുക്ക് ഉണ്ടെങ്കിൽ ഇബാദത്ത് ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടങ്ങാത്ത താല്പര്യത്തെ വെച്ച് പുലർത്തണം. ഏറൂല. ചില ആൾക്കാർക്ക് ഒരു തോന്നലാണ് നബി തങ്ങളോടുള്ള മഹബത്ത് ഏറിയിട്ട് അള്ളി റസൂൽ ഒന്നായാലോ. ആവൂല. അള്ളാഹ് തന്നെയാണ്. അള്ളാഹു ഖാലിഖുൽ ഏകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ലൂഖിലെ ഏകനാണ്. ഒന്നാവൂല. പറഞ്ഞിട്ട് അള്ളാഹു തന്നെ അള്ളാഹുവിന്റെ പേര് മുഹമ്മദ് നബിക്ക് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പേരാണ്. അല്ലാഹ് തന്നെ അത് മുഹമ്മദ് നബിയെ വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം. അതുകൊണ്ട് മതി കേറില്ല. ബലഗൽ മുദഉ ഫി ഔസാഫിഹി ഫമ ബലഗ് ബാലിഗും യശമാഉ തിബിമാ ഫിൽ ബാലിബാൽ. ബലഗൽ മുദഉ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ് പറയുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞു ധാരാളമായി പറഞ്ഞു. ഉണ്ടോ? അണ്ടേ അതെങ്ങനെ കഴിയും? ഇവിടെ സംഘാടകർക്ക് ഒരു ഓക്സിജൻ സംവിധാനം വീടുകൾക്ക് കൊടുക്കാൻ ഏർപ്പെടുത്തുന്ന അഭിപ്രായമുണ്ട്. താല്പര്യമുള്ള ആളുകൾ അതുമായി സഹകരിക്കണം, അറിയിക്കണം എന്ന് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരെയും അറിയിക്കുന്നു. നാളെയും പരിപാടിയുണ്ട്. മുമ്പ് പള്ളിക്കൊക്കെ ഉണ്ടായിരുന്ന സംവിധാനം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ SKSF കീഴിൽ കൊണ്ടുവരണം ആഗ്രഹമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാര്യം നിങ്ങൾ അറിയിക്കാണ്. താല്പര്യമുള്ളവർ അതുമായും സഹകരിക്കണം എന്നറിയിക്കുന്നു. ബക്കറ്റ് പ്രവർത്തനമായി വരും. അതിൽ നമ്മുടെ പരിപാടിയുടെ ചെലവുകളുള്ള സംഖ്യ എല്ലാവരും കൊടുക്കണം. കൊടുത്തിട്ടുണ്ടാവുമല്ലോ, കൊണ്ടുവരല്ലോ. അങ്ങനെ നമ്മൾ പതിവ് അതനുസരിച്ച് ഉണ്ടാവും കയ്യുണ്ടാവും. അപ്പോൾ അത് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിലേക്ക് വരില്ല. في الكواكب كالبدور بل واشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب الأعربي. പിന്നെ ഒരു മനുഷ്യനെ പെട്ടെന്ന് ആബിദാവാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്. നബി തങ്ങളോട് അടങ്ങാത്ത ഇഷ്ടം കൊടുക്കുക. ഓൻ തന്നെ അറിയാതെ അവൻ ഇബാദത്ത് കാരണമാവും. അങ്ങനെ സഹാബത്തൊക്കെ ആബിദങ്ങളായി. എന്താ കാരണം? മുസ്ലിമിനോട് താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി ഞാൻ പറയുന്നത് ശരീഅത്തിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആബിദങ്ങളാവണം എല്ലാവരും. കുറച്ചുകൂടി മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആശയമാണ്. ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാമിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആബിദാകുക എന്ന് പറഞ്ഞാൽ, പള്ളിയിൽ ചെന്നാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കൽ സുന്നത്താണല്ലോ. ളുഹറിന് ബാങ്ക് കൊടുത്തതിന്റെ ശേഷം ചെന്ന് ളുഹറിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കണ്ടേ? മടിയനാണ്, ഒക്കെ കൂടി ഒത്തൂല. എന്നാ പിന്നെ 2 കൂടി കൂട്ടിയിട്ട് 2 റക്അത്ത്. ഇതാണ് ശരീഅത്തിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഉള്ള ആബിദാവൽ. തഹജ്ജുദ് നിസ്കരിക്കണം, സുബഹിന്റെ മുമ്പ് നീച്ചിട്ട് 2 റക്അത്ത്. ഇശ കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞിട്ട് വിത്ർ നിസ്കരിക്കണം, മടിയനാണ്. എന്നാൽ ഇശാന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ വെക്കുക, സുബഹിന്റെ മുമ്പ് നീച്ചിട്ട് വിത്ർ നിസ്കരിച്ചു കൊടുക്കുക. അപ്പൊ 2 കൂടി ആയി. ഇതാണ് ശരീഅത്തിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ആബിദാവുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ഞാൻ കുറേ കാര്യങ്ങളുണ്ടാവും. എല്ലാ ദിവസവും പള്ളിക്കൊക്കെ ജമാഅത്തിന് പോയിരുന്ന ഒരാള് കാല് കിടന്ന് പ്ലാസ്റ്റർ ഇട്ടിട്ട് സിറ്റ് ഔട്ടിൽ ഒരു കസാലയിൽ നിന്ന് മറ്റേ കസാലയ്ക്ക് കാലും വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പള്ളിക്ക് നസർ വാങ്ങി കൊടുത്തു. അപ്പൊ മനസ്സിലിങ്ങനെ വിചാരിക്കാം, പഠിച്ചോനെ വെക്കുമെങ്കിൽ പോകുമായിരുന്നല്ലാന്ന് പോയതിന്റെ കൂലി അപ്പേ. ശരീരത്തിൽ ആനുകൂല്യമാണ്. സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുക, ആഗ്രഹിക്കുക. അതിന്റെ കൂലി അവിടെ. ഇങ്ങനെ ശരീഅത്തുൽ ഇസ്ലാമിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആബിദീങ്ങളായി മാറുക. അങ്ങനെ നമ്മൾ വളരെ അടുത്തൊരാൾക്ക് കല്യാണം മോളെ കെട്ടിക്കണം. അവൻ സക്കാത്തിന്റെ അവകാശവുമാണ്. നമുക്ക് ഏതായാലും സക്കാത്ത് കൊടുക്കുമാണ്. എന്നാൽ പിന്നെ ആ സക്കാത്ത് ഓനം കൊടുക്കുക. സക്കാത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് സക്കാത്താണെന്ന് പറയാൻ നിർബന്ധമില്ലാതാണ്. കൊടുക്കുന്ന ആൾ കൊടുക്കാനും അവകാശമായിരിക്കണം, വാങ്ങുന്ന ആൾ വാങ്ങാനും അവകാശമായിരിക്കണം. പക്ഷെ എന്ത് വേണ്ടതില്ല, ഇതിന്റെ സക്കാത്താണെന്ന് പറയേണ്ടതില്ല. അപ്പൊ നല്ല സുഖമാണ്. ആ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പൈസ വരാൻ കൊടുക്കാൻ നമ്മുടെ സക്കാത്ത് വീടും ചെയ്യും. ഓനെ കുട്ടിനെ കെട്ടിക്കുന്ന പണം വാങ്ങാൻ കുറച്ച് കായി കിട്ടും ചെയ്യും. ഇങ്ങനെ ശരീഅത്തുൽ ഇസ്ലാമിന് ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആബിദാവുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ വലിയ വലിയ ആൾക്കാരേക്ക് മാറും. ഈ ഇരിക്കുന്നതിന് നിസ്കരിച്ചാൽ ആരും വന്നിട്ടുണ്ടാവില്ല, ഒരുപാട് വരുമല്ലോ. പ്രത്യേകിച്ച് ജുമാക്ക് പോകാത്ത ആരും എന്തായാലും കൊണ്ട് വന്നിട്ടുണ്ടാവില്ല. നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടത്? ചെറിയ ചെറിയ കാര്യങ്ങൾ, ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒന്ന്, എല്ലാവർക്കും ഒരു മുസാഫ് വേണം. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു മുസാഫ് വേണം. അവനാൻ്റെത് മുസാഫ് എല്ലാവർക്കും പെരയില് അവനാൻ്റെത് എന്ന് പറഞ്ഞിട്ട് എന്നും ഓതൊക്കെയാണ് വേണ്ടത്. മിനിമം പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. അത് ഉണ്ടായില്ല എന്ന് വിചാരിച്ചോളൂ. എന്നാൽ പോലും അവനാൻ്റെത് ഒരു മുസാഫ് എല്ലാവർക്കും വേണം. 2, ഒരു കൂട്ട് വെള്ളത്തുണിയും കുപ്പായും, ഒരു തൊപ്പി അല്ലെങ്കിൽ ഒരു ടവൽ അല്ലെങ്കിൽ ഒരു ടർക്കി, എന്തെങ്കിലും സാധനം, ഒരു കൂട്ട് വെള്ളത്തുണിയും കുപ്പായും എല്ലാവർക്കും വേണം. ഇടണം എന്നല്ല ഞാൻ പറഞ്ഞോ, ഇടണം എന്നല്ല, വേണം. ഒരു വെള്ളത്തുണി വെള്ളക്കുപ്പായും. എന്തേ? നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് മുഹമ്മദ് നബി. പെണ്ണുങ്ങൾക്ക് വെള്ളക്കുപ്പായുണ്ട്, നിസ്കാരക്കുപ്പായം. അതുകൊണ്ടാണ് അവരോട് പറയാത്തത്. ആണുങ്ങൾക്ക് ഒരു വെള്ളത്തുണിയും ഒരു വെള്ളക്കുപ്പായും വേണം. എപ്പോഴെങ്കിലും ഒന്നുമില്ല, വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോഴോ മരിച്ചോടക്ക് പോകുമ്പോഴോ കല്യാണശാലയ്ക്ക് പോകുമ്പോഴോ എപ്പോഴെങ്കിലും ഒന്നുമില്ല. അങ്ങനെ എല്ലാവർക്കും വേണം. മൂന്നാമത്തെ കാര്യം, അതിന്റെ ഞാനിന്റെ കൂടെ ഒരു തൊപ്പി പറഞ്ഞിരുന്നു. തൊപ്പി ഇടണം എന്നല്ല, വേണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അരയിൽ വെച്ചാൽ നല്ലതാണ്. മരിച്ചോട് യാസീൻ പെടുത്തുന്നത് അരയിടാം. നിസ്കരിച്ചുമ്പോഴില്ല. നിസ്കരിച്ചുമ്പോൾ തലമടച്ചാൽ ഒരു നിസ്കാരം 60 നിസ്കാരമായി കിട്ടും. വേറെ അഭിപ്രായത്തിൽ 70 നിസ്കാരമായി കിട്ടും. എന്തിനാ കിട്ടുന്ന കാര്യം? കിട്ടുന്ന കണ്ടല്ലോ. പള്ളിക്കൊക്കെ കഴിഞ്ഞാൽ തൂണിന്റെ ചോട്ടിൽ വെച്ച പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയിൽ തൊപ്പി കിടക്കുന്നുണ്ട്. അത് എടുത്തുങ്ങാണ്ട് തലയെ കൗത്തിയാൽ ഒരു നിസ്കാരം 70 നിസ്കാരമായി കിട്ടും. തലയെക്കെട്ടിനാണത് പറഞ്ഞിട്ടുള്ളതെങ്കിലും കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിറിയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. കിട്ടുന്നതിനാണ് അതൊന്നും അവിടെ കൊണ്ടുപോകണല്ലോ, അവിടെ ഉണ്ടല്ലോ. അവർ തൊപ്പി എല്ലാവർക്കും വേണം. ഓരോ തൊപ്പി ഉള്ളവര് ഒരു തൊപ്പി കൂടി വാങ്ങണം. അപ്പൊ 2 എണ്ണം.
അപ്പൊ രണ്ടെണ്ണമല്ലോ. രണ്ടെണ്ണം ഉള്ളവര് ഒന്നും കൂടി അടുത്ത പ്രാവശ്യം പുത്തമ്പള്ളിക്ക് പോകുമ്പോൾ വാങ്ങണം. അപ്പൊ തന്നെ മൂന്നെണ്ണം. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. അങ്ങനെ അപ്പൊ 1 ഒരു മുസാഫ് എല്ലാവർക്കും വേണം, 2 ഒരു കുട്ടി വെള്ളത്തിന് കുപ്പായ എല്ലാവർക്കും വേണം, 3 ഒരു തസ്ബീഹ് എല്ലാവർക്കും വേണം. കൊണ്ടുവരണം കേട്ടോ. ആണിമ തൂക്ക പനിച്ചിങ്ങനെ വിറച്ചിട്ട് കിടക്കൂലേ, ആ സമയത്ത് ഏടി മളെ ഇന്റെ ആ തസ്ബീഹ് എടുത്താന്ന് പറയണമെങ്കിൽ ആണിമ സാധനം തൂങ്ങിയെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അതിന് ആണുക്കും വേണം പെണ്ണേക്കും വേണം. അവനാന്റെ തേച്ചിട്ട് തസ്ബീഹ് മാല ഉണ്ട മണിയുള്ളത് വാങ്ങിക്കോളി. അതാണ് ചെല്ലാൻ സുഖം. പരന്ന മണിയുള്ള ഉണ്ടാവും, ഉണ്ട മണിയുള്ള ഉണ്ടാവും. ഉണ്ട മണിയാണ് ചെല്ലാൻ സുഖമുള്ളത്. ശ്രദ്ധിച്ചു അങ്ങനെ ബുദ്ധന്മാർക്കും തസ്ബീഹ്മാരുണ്ട്, പിന്നെ ജൂതന്മാർക്കും തസ്ബീഹ്മാരുണ്ട്. അതിന് 33, 33, 33, 99 33 കഴിഞ്ഞ 2 സ്ഥലത്ത് പ്രത്യേക അടയാളമുള്ള 2ഉം 99ഉം 2ഉം 101 മണിയുള്ളതാണ് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത്. ബുദ്ധന്മാർക്കുണ്ട്, ജൂതന്മാർക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കും തസ്ബീഹ്മാരുണ്ട്. നമ്മൾ വാങ്ങണം തസ്ബീഹ്മാല. ഉരുണ്ട മണിയിൽ വല്ലാതെ അപകടത്തിൽപ്പെടില്ല. അല്ലാത്തത് വാങ്ങുമ്പോൾ ചിലപ്പം അബദ്ധത്തിൽപ്പെടും. എഴുത്തുള്ളതും അബദ്ധത്തിൽപ്പെടും. തസ്ബീഹ്മാരമേ അള്ളാഹ് എഴുതി കാണും, അതിലും അബദ്ധത്തിൽപ്പെടും. അപ്പോൾ എഴുത്തൊന്നും ഇല്ലാത്ത ഉരുണ്ട മണിയുള്ളത് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് 101 മണി 33 ഒരു അടയാളം, 33 ഒരു അടയാളം, 33 അങ്ങനെ 99ഉം 2ഉം 101 മണിയിലായി ആണിമ തൂക്കം കൊണ്ടുവരുന്ന അവിടെ വിശാട്ടോ. പുറത്തേക്ക് പോകലിട്ടാൽ മതി. ബർക്കത്താണ്. വെറുതെ കീശയിലിട്ട് കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ബർക്കത്താണ്. ബർക്കത്തിന്റെ എല്ലാ അടയാളങ്ങളും നോക്കണം. മഷിയിൽ ബർക്കത്തുണ്ടെന്ന് അഷ്റഫുൽ ഹബീബുനാ റസൂലുള്ളാഹി എഴുതാമെങ്കിലും കീശയിൽ പേനക്കണം. ഈ മഷിയിൽ ബർക്കത്തുണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കീശയിൽ വെറുതെ പേനക്കാം. ഏതാണെന്നില്ലെങ്കിലും തന്നെ അത് ബർക്കത്താണ്. മഷിയിൽ ബർക്കത്തുണ്ട്. അങ്ങനെ ബർക്കത്തിന്റെ വഴികളൊക്കെ നമ്മൾ നോക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാം. ശരീരത്തിൽ എപ്പോഴും വൃത്തി സൂക്ഷിക്കാം. എന്ത് വിഷയത്തിന് പോകുമ്പോഴും ഒരു ഉണ്ടാക്കി പോകാം. എന്ത് കാര്യത്തിനാണ് നമ്മൾ ഉണ്ടാക്കാം. രാത്രിയെ ഓട്ടോറിക്ഷ എടുത്ത് അങ്ങാടിക്ക് ഓടാൻ വേണ്ടി പോകാൻ ഒരു ഉണ്ടാക്കിയാണ് പോകാം. കല്യാണത്തിന് പോകാൻ ഒരു ഉണ്ടാക്കിയിട്ട് പോകാം. പെങ്ങളെ മോന്റെ നിക്കാഹിന് പോകാൻ ഒരു ഉണ്ടാക്കിയാണ് പോകാം. എല്ലാ കാര്യങ്ങൾക്കും ഒതുണ്ടാക്കും. മീൻ കച്ചവടത്തിന് പോകാൻ ഒതുണ്ടാക്കിയാണ് പോകാം. എല്ലാ വിഷയങ്ങളും ലോറി ഡ്രൈവറാണ്, 12 മണിക്കാരനാണ്, ക്യാമറക്കാരനാണ്, അവിടെ കണ്ണോട് കേട്ടോ തലവരും ചെയ്യല്ലേ ഒരു ഒതുണ്ടാക്കിയാണ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും. സുബഹി കഴിഞ്ഞിട്ട് ഖുർആൻ ഓതിയിട്ട് ആ ഒതുകൂടെ കൂടെ അടുക്കളയ്ക്ക് എന്നിട്ട് തീപിടിപ്പിക്കാം. അഗ്നി കൈകാര്യം ചെയ്യുമ്പോൾ ബിസ്മി മാത്രം ഉണ്ടായാൽ പോരാ, അഊദ് കൂടെ ഉണ്ടായിരിക്കണം. കാരണം അഗ്നി എന്നത് പിശാചിന്റെ മെറ്റീരിയലാണ്. അതുകൊണ്ട് തീ കൈകാര്യം ചെയ്യുമ്പോൾ ബിസ്മി മാത്രം പോരാ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരിച്ചു പറയണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തീ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും അഊദ് ഉണ്ടായിരിക്കണം, ബിസ്മി മാത്രമായാൽ പോരാ. അപ്പോൾ ഒതുകൂടെ കൂടെ ഇങ്ങനെ വന്നിട്ട് ഗസ്റ്റ് വരുന്നുണ്ട്, വിരുന്നുകാർ. ഞാൻ പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഒരു ഒതുണ്ടാക്കിയാണ് ഉണ്ടാക്കണേ. അത് കഴിക്കുമ്പോൾ അതിന്റെ ഗുണമുണ്ടാവും. അതിന്റെ പ്രത്യേകത ഹോട്ടലിലേക്ക് അതിന് പൊറാട്ട വീശാണ്. ഒരു ഒതുണ്ടാക്കിയാൽ വീശിയാൽ തിന്നുന്നതിന്റെ ഗുണം കിട്ടും. ഞാൻ പ്രാവശ്യം കോഴിക്കോട് പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ അവിടെ കടവ് റിസോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഹോട്ടൽ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ റോഡ് വികസനത്തിൽ പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ട് അപ്പോൾ പിന്നെ നല്ല മീൽസ്, നാടൻ പിന്നെ മീൽസും മീൻകറിയാണ് പറഞ്ഞത്. അപ്പോൾ പ്ലേറ്റിലൊക്കെ ആദ്യം കൊടുത്ത് ചെന്നിട്ട് പിന്നെ ചോറ് ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു നീല ഷർട്ടും ഒരു പാൻറ്റും ഒക്കെ ഇട്ട് ഇൻസൈഡ് ചെയ്ത് ചെറിയ താടി വെച്ചിട്ട് ഒരാൾ ചോറ് ഇട്ടുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു. ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അതൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. പിന്നെ വേറെ ഒരു രസമുണ്ടായി. ഞാൻ ഇതൊക്കെ പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം ഓൻ കേട്ടു, ഓനോന്റെ കിടക്കാരും കേട്ടു. ഞാൻ പറഞ്ഞ ആശയം എന്താ വെച്ചാൽ ആ ബിസ്മി നൽകുന്ന ഒരു ദഅവത്തുണ്ട്, ഒറ്റ ബിസ്മി നൽകുന്ന ഒരു മാറ്റം. ആ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ബിസ്മി എപ്പോഴും മാറ്റണം. എല്ലാ കാര്യത്തിലും ബിസ്മില്ല. ബിസ്മി നീട്ടിയിട്ടും ചുരുക്കിയും ചെല്ലാം. ബിസ്മി നീട്ടി ചെല്ലാൻ പറ്റും, ചുരുക്കിയും ചെല്ലാം. നീട്ടി ചെല്ലാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ചുരുക്കി ചെല്ലുമ്പോൾ ബിസ്മില്ല. ഹദീസിൽ ചുരുക്കി ചൊല്ലിയിട്ടുണ്ട്, കുല്ലു അംരിൻ ദീ ബാരിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി വഹുവ അബ്തർ. നന്മയുടെ ഏത് കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് ഖൈർ ബറക്കത്തിനെ തൊട്ട് മുറിഞ്ഞു പോകുമെന്ന് അഷ്റഫുൽ ഹബീബുനാ റസൂലുള്ളാഹി. അപ്പം എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കും ഒതുകൂടെ ഉണ്ടാകുക. ബിസ്മി എപ്പോഴും ദായിമാക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യം കൊണ്ട് വലിയ ദറജ. സ്വർഗ്ഗത്തിന് 8 വാതിലുണ്ടെന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുറക്കുന്നു പറഞ്ഞു. നമ്മളെ പള്ളിക്ക് ജുമുഅത്ത് പള്ളിക്ക് ഒതുണ്ടാക്കി കയറുന്ന ഹൗദിന്റെ അവിടെ പ്ലാസ്റ്റിക്കിന്റെ ബോർഡുമേ നീല മഷീൽ ഒരു ദുആ എഴുതിയിട്ടുണ്ട്. ഒതുണ്ടാക്കിയിട്ട് 2 കൈയും കണ്ണും ആകാശത്ത് കൊടുത്തിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതഹഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന ദുആ നടത്തിയാൽ സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് ഹദീസ് എന്ന് എഴുതിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടുന്ന സ്ഥാനമാണ് സ്വർഗ്ഗത്തിന്റെ 8 വാതിലും തുറന്നു വെച്ച് മലക്കുകൾ മത്സരിച്ച് മാറ്റി വിളിക്കുക എന്നുള്ളത്. ഉദുവിന്റെ ശബ്ദം കിട്ടുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത പാലിച്ച് വലിയ ആഗ്രഹങ്ങളായി മാറാൻ എല്ലാവരും തയ്യാറാവണം എന്നതാണ് നസീഹത്ത് ചെയ്യാനുള്ള വിഷയം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഖൈറിന്റെ കാര്യങ്ങളിൽ ചേർക്കട്ടെ. ഒരു ഫാത്തിഹ എല്ലാവരും ഓതിയാൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സാലിഹായ അമലായി കബൂലാക്കണേ അല്ലാഹ്. അറിഞ്ഞു മറിയാതെ ഞങ്ങൾ ആജ്ഞ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്തും മാഫാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ ഖൈറിന്റെ കാര്യങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ മുറാദുകളെയും മനസ്സിലാക്കണേ അല്ലാഹ്. കുടുംബത്തിന് അനുയോജ്യമായ ജോലി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ. മാലിലും ഔലാദിലും മസ്വാദിലും ബയൂത്തിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇൽമിലും ആയുസ്സിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളിൽ ഞങ്ങളെയും മക്കളെയും ചേർക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നാഫിയായ ഇൽമ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മുത്തുനബിയോടുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമഹബത്തിൽ ജീവിപ്പിക്കണേ അല്ലാഹ്. പരിപൂർണ്ണ ഈമാനോടുകൂടെ പിന്നാലെ നബിയെയും ബദരീങ്ങളെയും കണ്ട് മൗത്താകാനുള്ള തൗഫീഖിനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.